നമസ്കാരം. RVS Maths Academy പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ S1 ടോപ്പിക്കിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐഗൻ വെക്ടറിന്റെ ബാക്കി പോർഷനാണ്. അപ്പോൾ ഐഗൻ വെക്ടർ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് ഐഗൻ വെക്ടർ ചെയ്യുന്നുണ്ട് 3x3 മെട്രിക്സിന്. എന്തുവായിരുന്നു പ്രത്യേകത? ആദ്യത്തെ വീഡിയോക്കകത്ത് വന്നത് ലാംഡ എല്ലാം റിപ്പീറ്റിംഗ് വാല്യൂ ആയിരുന്നു. നമ്മൾ ലാംഡ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എല്ലാ റോയും ഡിഫറെന്റ് ആയിരുന്നു. അപ്പോൾ ഡിഫറെന്റ് റോസ് ഉണ്ടെങ്കിൽ സന്തോഷമാണ്. എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാം. ഇതായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ലാംഡ റിപ്പീറ്റിംഗ് വരുന്ന കേസും പറഞ്ഞു. അതിനൊപ്പം എന്ത് പറഞ്ഞു? ലാംഡയുടെ വാല്യൂ കൊടുക്കുമ്പോൾ മെട്രിക്സിനകത്ത് എല്ലാ റോയും സെയിം ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞ ആ ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ട് ഒരു ഇക്വേഷനിൽ എപ്പോൾ ഉള്ളൂ ആ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ലാംഡയ്ക്കാണോ ഫൈൻഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ റിപ്പീറ്റിംഗ് ലാംഡയാണ് വരുന്നതെങ്കിൽ ലാംഡയുടെ വാല്യൂ ഇപ്പോൾ ആദ്യം 1 കൊടുത്തപ്പോൾ ഒരു ഐഗൻ വെക്ടർ കിട്ടി, വീണ്ടും 1 ആണുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? വേറൊരു വേരിയബിളിന് 0 കൊടുത്തിട്ട് അടുത്ത ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനിയും അതിനകത്ത് ലാംഡ റിപ്പീറ്റിംഗ് ആയിട്ട് വരികയും എന്നാൽ നമുക്ക് മെട്രിക്സിനകത്ത് ഡിഫറെന്റ് റോസ് വന്നാൽ, അതായത് സെയിം റോ വരുമ്പോഴല്ലേ ഓരോ ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഡിഫറെന്റ് റോസ് വന്നാൽ എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞില്ലല്ലോ, ഒരു ഐഗൻ വെക്ടറേ ഉള്ളൂ, കൂടുതൽ ഐഗൻ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? ലാംഡ ഈക്വൽ ടു 1,1,1. ആ ലാംഡ ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ മെട്രിക്സിനകത്ത് എല്ലാ റോയും എന്തുവാ ഡിഫറെന്റ് ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഐഗൻ വെക്ടർ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ ഐഗൻ വാല്യൂ ഐഗൻ വെക്ടറിൻ്റെ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ എന്തുമായിരുന്നു? ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഐഗൻ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഐഗൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മെട്രിക്സ് ആണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ മെട്രിക്സിനകത്ത് ഉള്ളതെല്ലാം ഡിഫറെൻറ്റ് റോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം ചൂസ് ചെയ്ത് അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതേപോലെ തന്നെ ലാംഡയുടെ വാല്യൂ കൊടുക്കുമ്പം എല്ലാ റോസും സെയിം ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ ഇക്വേഷനിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും, അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് x2 = അല്ലെങ്കിൽ x3 = 0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ബാക്കി ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യണമെന്നാണ് മെയിനായിട്ട് നമ്മൾ പഠിച്ചത്. അവിടെ റിപ്പീറ്റിംഗ് ആയിട്ട് വരികയാണെങ്കിൽ ലാംഡ ഈക്വൽ ടു ഒരു വാല്യൂ കൊടുക്കുമ്പം ഈ സെയിം ഇക്വേഷൻ വരികയും ലാംഡ റിപ്പീറ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാനായിട്ട് ഓരോ വാല്യൂസിനായിട്ട് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. x3 കൊടുക്കുക, x2 കൊടുക്കുക, x1 കൊടുക്കുക എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ സെയിം റിപ്പീറ്റിംഗ് ഐഗൻ വാല്യൂ വന്നു, ഐഗൻ വാല്യൂ വരികയും ഇക്വേഷൻസും സെയിം ആവുകയും ചെയ്തപ്പോൾ നമ്മൾ ഓരോരുത്തർക്കായിട്ട് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുവരെയും ഐഗൻ വാല്യൂ റിപ്പീറ്റ് ആയിട്ട് ഇവിടുത്തെ ഇക്വേഷൻസ് ഡിഫറെൻ്റ് ആവുന്ന കേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന അങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് A = 2, 1, 0, 2, 1, -1, 0, 2, 4 എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യാം? ഈ തന്നിരിക്കുന്ന മെട്രിക്സിന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി അതിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യും, അല്ലേ? അപ്പോൾ എല്ലാ പ്രോബ്ലത്തിലും ഞാൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സ്റ്റെപ്സ് എഴുതുന്നതാണ്. നിങ്ങളിപ്പോൾ ഇതിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിയിട്ട് ലാംഡയുടെ വാല്യൂയിലേക്ക് എത്തുക. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനൻറ്റ് A - ലാംഡ I = 0. പക്ഷെ ഞാൻ ഈ സ്റ്റെപ്പ് എഴുതണം എന്ന് പറയുന്നതൊക്കെ ഒന്ന് ഓർത്ത് എഴുതിക്കൊള്ളേ. നമുക്ക് മാർക്ക് കിട്ടുമ്പം എന്തെങ്കിലും ഒരു തെറ്റിപ്പോയാലും നമുക്ക് മാർക്ക് കൂടുതൽ ഒരു മാർക്കെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്പൊക്കെ എഴുതണം എന്ന് പറയുന്നത്. അപ്പം ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എങ്ങനെയായിരിക്കും? λ³ - S1 λ² + S2 λ - S3 = 0 എന്നായിരിക്കും സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ S1 എന്ന് പറഞ്ഞാൽ സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻ്റ് ആണ്. ആരാണ് ഇവിടുത്തെ മെയിൻ ഡയഗണൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ? 2, 1, 4 ഇതാണ് ഡയഗണൽ എലമെൻറ്റ്സ്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് റോയിലെ തേർഡ് എലമെൻ്റ് ആണ് ഡയഗണൽ എലമെൻറ്റ്. അപ്പോൾ 2 + 1 + 4 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്താ വരുന്നത്? 7 ആണ് വരുന്നത്, അല്ലേ? അടുത്ത S2 എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ മൈനേഴ്സ് ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. ആദ്യത്തെ ഡയഗണൽ എലമെൻറ്റ് 2 ആണ്. അതിൻ്റെ മൈനർ എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയിട്ട് ബാക്കിയുള്ളവരുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 1, -1, 2, 4. അടുത്ത ഡയഗണൽ എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയിട്ട് ബാക്കി ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോഴേക്കും 2, 0, 0, 4. ഓക്കെ, അടുത്ത ഡയഗണൽ എലമെൻറ്റ് എന്താണ്? 4 ആണ്. അപ്പോൾ അത് വരുന്ന റോയും കോളവും പോയിട്ട് ബാക്കി ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കുമ്പം 2, 1, 0, 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് സോൾവ് ചെയ്യുമ്പോൾ
main diagonal 4 minus of off diagonal 2 into minus 1 is minus 2 me minus 1 ഇത് plus 2 ആവും. ഓക്കെ, plus 2 into 4 8 minus of 0 into 0 0 ആണ്, plus 2 into 1 2 minus 0 into 1 എന്ന് പറയുന്നത് 0. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 16 നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. S2 is equal to 16. ഓക്കെ, then S3 is equal to determinant A. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 2 1 0 0 1 minus 1 0 2 4. ഇത് ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് വരണേ? 2 ഇൻറ്റു അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളും പോയിട്ട് 1 ഇൻറ്റു 4 മൈനസ് ഓഫ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2. രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും നമ്മൾ മൈനസ് സൈൻ ഇടും. സോ മൈനസ് രണ്ടാമത്തെ എലമെൻറ്റ് 1 ഇൻറ്റു അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളും പോയിട്ട് ബാക്കി ഡിറ്റർമിനൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഇൻറ്റു 4 0 മൈനസ് 0 ഇൻറ്റു മൈനസ് 1 0. ലാസ്റ്റ് എലമെൻറ്റ് 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു എന്ത് വന്നാൽ എന്താണ്? 0 ആണ്. 4 പ്ലസ് 2 എന്തുവാണ്? 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് 12. ഓക്കെ, നമ്മളിത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയായി മാറും? ലാംഡ ക്യൂബ് മൈനസ് S1 എന്ന് പറയുന്നത് 7 ലാംഡ സ്ക്വയർ പ്ലസ് S2 എന്ന് പറയുന്നത് 16 ലാംഡ മൈനസ് x3 ദറ്റ് ഈസ് മൈനസ് 12 ഇസ് ഈക്വൽ ടു 0. കാൽക്കുലേറ്ററിലാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ലാംഡയുടെ വാല്യൂ കാൽക്കുലേറ്ററിൽ കിട്ടാൻ പോകുന്നത് 3,2,2 എന്നാണ്. പിന്നെ കുഞ്ഞുങ്ങൾ ഓർത്തോളണം, 3,2 എന്ന് മാത്രമേ കാൽക്കുലേറ്ററിൽ കാണിക്കത്തുള്ളൂ. ഈ ഏറ്റവും അവസാനത്തെ 2 അത് കാണിക്കത്തില്ല. കാരണം എന്താ? കാൽക്കുലേറ്ററിൽ റിപ്പീറ്റിംഗ് വാല്യൂ കാണിക്കത്തില്ല, അതൊരു പ്രാവശ്യം കാണിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ബോധമുള്ളവരായിരിക്കണം. ലാംഡ ക്യൂബ് എന്ന് തുടങ്ങുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തുടങ്ങുന്നതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി എത്രയാണോ അത്രയും നമ്പർ ഓഫ് റൂട്ട്സ് അതിനുണ്ട് എന്നുള്ള ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ 2 മാർക്കായി കഴിഞ്ഞിട്ടുണ്ട്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് ഐഗൻ വാല്യൂ ആൻഡ് ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫൈൻഡ് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടു ഫൈൻഡ് ഐഗൻ വെക്ടർ eigenvector എന്തുവാണ് ഫോർമുല? മെട്രിക്സ് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റെപ്പ്, അതങ്ങനെ എഴുതി വെക്കണം. അങ്ങനെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ്. തന്നിരിക്കുന്ന മെട്രിക്സിനകത്ത് ഡയഗണലി മൈനസ് ലാംഡ കൊടുത്താൽ മതി. 2 മൈനസ് ലാംഡ 1 0. അടുത്ത റോ എന്തുവാണ്? 0 1 മൈനസ് ലാംഡ മൈനസ് 1. അടുത്ത റോ എന്ന് പറയുന്നത് 0 2 4 മൈനസ് ലാംഡ. ഓക്കെ, ഇൻറ്റു x1 x2 x3 is equal to 0 0 0. ഓക്കെ, അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തരായിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ടൊരു റൂട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തുള്ളൂ, എന്നിട്ട് നമ്മൾ സെയിം ആയിട്ടുള്ള എൻ്റെ പുറകെ പോകത്തുള്ളൂ. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 3. ലാംഡയ്ക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ മെട്രിക്സ് എങ്ങനെയായി മാറുകയാണ് നോക്കിക്കേ. 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 1 1 0. അടുത്ത് നോക്കിക്കോളേ. 0 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ മൈനസ് 2 മൈനസ് 1. ദെൻ 0 2 4 മൈനസ് 3 എന്ന് പറയുന്നത് 1 ഇൻറ്റു x1 x2 x3 is equal to 0 0 0. ഓക്കെ, ലാംഡ ഈക്വൽ ടു 3 കൊടുത്തിട്ട് നമ്മുടെ ഈ മെട്രിക്സിന് എഴുതി. ഇനി നമ്മൾ നോക്കേണ്ട ഈ കിട്ടിയ മെട്രിക്സിൻ്റെ എല്ലാ റോയും സെയിം ആണോ ഡിഫറെൻ്റ് ആണോ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 റോ അവസാനം സെക്കൻഡ് റോയും തേർഡ് റോയും സെയിം ആണ്. കാരണം ഇവിടുന്ന് മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ 0 2 1 തന്നെയാണ് സെക്കൻഡ് റോ. സോ സെക്കൻഡും തേർഡും സെയിം ആണെങ്കിലും ഫസ്റ്റ് റോ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 റോ ചൂസ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് റോ 1 and 2. ഡിഫറെൻറ്റ് റോയെ ചൂസ് ചെയ്യണം. ചൂസ് ഡിഫറെൻറ്റ് റോസ്. ആരൊക്കെയാണ് ഡിഫറെൻറ്റ് റോസ്? 1 and ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് റോ. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ചൂസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? x1 x2 x3 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേരിയബിൾ എഴുതും. അതിൻ്റെ താഴെ ഫസ്റ്റ് റോ എഴുതി, ദെൻ സെക്കൻഡ് റോ 0 മൈനസ് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ എഴുതി. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി സോൾവ് ചെയ്യുമ്പം x1 ബൈ x1 മറിച്ച് വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യാണ്. 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ആയിട്ട് തന്നെ എഴുതട്ടെ. 1 0 മൈനസ് 2 മൈനസ് 1. അടുത്ത രണ്ടാമത്തെ വാല്യൂൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും മൈനസ് x2 വേണം. സോ അതുകൊണ്ടാണ് മൈനസ് x2 ബൈ ആ കോളം മറിച്ച് വെച്ചിട്ട് ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോഴേക്കും മൈനസ് 1 0 0 മൈനസ് 1 ഇസ് ഈക്വൽ ടു x3 ബൈ ആ കോളം മറിച്ച് വെക്കുമ്പോഴേക്കും ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ്? ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് മൈനസ് 1 1 0 മൈനസ് 2. ദറ്റ് ഈസ് x1 ബൈ നോക്കിക്കൊള്ളുക. x1 ബൈ 1 ഇൻറ്റു മൈനസ് 1 മെയിൻ ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 മൈനസ് ഓഫ് മൈനസ് 2 ഇൻറ്റു 0 0 is equal to minus x2 by main diagonal multiply by minus 1 into minus 1 1 minus 0 is equal to x3 by 2 minus 0. Okay, അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്?
x1 by minus 1 x2 by minus 1 ആ x2ൻ്റെ ഫ്രണ്ടിൽ ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്നു താഴത്തെ 1ൻ്റെ കൂടെ ചേർന്നിട്ടാണ് അത് x2 by minus 1 ആയ ഇസ് ഈക്വൽ ടു x3 by 2 എന്ന് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഐഗൻ വെക്ടർ നമുക്ക് കിട്ടി. therefore ഐഗൻ വെക്ടർ ക്യാപിറ്റൽ x1 is equal to minus 1 minus 1 2 എന്ന് കിട്ടി. ഓക്കെ, ഇത് ആ ഡിഫറെൻറ്റ് വാല്യൂ കൊടുത്തപ്പോഴാണ്. ഇനി അടുത്ത രണ്ട് റിപ്പീറ്റിംഗ് വാല്യൂ രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു 2 2 അതിലൊരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 2 ലാംഡയ്ക്ക് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെട്രിക്സ് എങ്ങനെയായി മാറും നോക്കിക്കേ. 2 minus 2 എന്ന് പറഞ്ഞാൽ 0 1 0. അടുത്ത് നോക്കിക്കേ 0 1 minus 2 എന്ന് പറയുമ്പോഴേക്ക് എത്രയാണ് വരേണ്ടത് -1 -1. അടുത്താണെങ്കിലോ 0 2 4 minus 2 എന്ന് പറയുമ്പോഴേക്ക് 4 minus 2 എന്ന് പറയുമ്പോൾ 2 ആണ് വരുന്നത് ഇൻറ്റു x1 x2 x3 is equal to 0 0 0. നമ്മൾ ഇതുവരെ റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ വരുമ്പം എല്ലാ റോയും സെയിം ആവുന്ന കേസിനെ കുറിച്ചേ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ രണ്ട് റോസ് സെയിം ആണ്. 0 2 2 എന്ന് പറയുന്നതും 0 -1 -1 എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം ഇവിടുന്ന് മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ 0 1 1, ഇവിടുന്ന് 2 കോമൺ ആയിട്ട് എടുത്താൽ 0 1 1. സോ റോ 2 and 3 ആർ സെയിം. പക്ഷെ നമുക്ക് അത് പറ്റില്ല. 3 റോയും സെയിം ആണെങ്കിൽ മാത്രമേ ചൂസ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഓരോ വേരിയബിൾ x3ക്ക് 0 കൊടുത്ത് ഒരെണ്ണം കണ്ടുപിടിക്കാം, x2ന് 0 കൊടുത്ത് വേറൊരെണ്ണം കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ പ്രൊസീജിയർ രണ്ടാമത്തെ വീഡിയോ ചെയ്ത പോലത്തെ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ നോക്കിക്കേ ഡിഫറെൻറ്റ് റോ ഉണ്ട്. റോ 1ഉം റോ 2 എടുത്താൽ ഡിഫറെൻ്റ് അല്ലേ? അതുകൊണ്ട് നമ്മൾ ചൂസ് 2 ഡിഫറെൻറ്റ് റോസ്. ചൂസ് ഡിഫറെൻറ്റ് റോസ് ചൂസ് ചെയ്യണം. നമ്മളിവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൂസ് ചെയ്തു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഓക്കെ, ഇത് x1 x2 x3 0 1 0 0 -1 -1. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുമ്പം x1 ബൈ ഇത് നോക്കിക്കേ x1 എന്നുള്ള കോളം മറച്ച് വെക്കുമ്പോഴേക്കും ബാക്കി ഇങ്ങനെയാണ് വരണേ 1 0 -1 -1 is equal to രണ്ടാമത്തെ വാല്യൂൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും നമുക്ക് മൈനസ് സൈൻ വേണം. സോ -x2 ബൈ x2ൻ്റെ കോളം പോയിട്ട് ബാക്കി 0 0 0 -1 is equal to x3 ബൈ x3യുടെ കോളം മറച്ച് വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കുമ്പോഴേക്കും അത് 0 1 0 -1. ഓക്കെ, that is equal to x1 by ഇതിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണ്. ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യാണ്. x1 by നോക്കിക്കേ 1 into -1 is -1 -0 is equal to -x2 by മെയിൻ ട്രയാങ്കിൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 -0 is equal to x3 by 0 -0. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വരിക? ബാക്കി ഞാൻ ഇവിടെ എഴുതിക്കോട്ടെ. This is equal to x1 by -1 is equal to x2 by താഴെ 0 ആണുള്ളത്. അപ്പം മൈനസ് കൂടെ താഴെ വന്നാൽ അത് 0 തന്നെയാണ്. is equal to x3 by 0. therefore the eigenvector x2 is equal to -1 0 0. ഇപ്പോൾ ഒരാൾക്ക് തോന്നുവാണ് ഇതിനകത്ത് നിന്ന് എന്തുവാ മൈനസ് കളയണം എന്ന് പറഞ്ഞാൽ അയാളുടെ ആൻസർ 1 0 0 എന്നായിരിക്കും. അതും കറക്റ്റ് തന്നെയാണ്. ഇനി എനിക്ക് മൂന്നാമത്തെ ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യണം അല്ലേ? മൂന്നാമത്തെ ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ലാംഡയ്ക്ക് 2 കൊടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടുക? ഈ മെട്രിക്സേ കിട്ടത്തുള്ളൂ. അപ്പോൾ സെയിം ഡിഫറെൻ്റ് ഈ രണ്ട് റോയിലും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഈ മെട്രിക്സിനകത്ത് ഡിഫറെൻറ്റ് റോസാണ് വരുന്നത്. സെയിം റോസ് വന്നാൽ മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഓരോ ഐഗൻ വെക്ടറായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ ലാംഡ റിപ്പീറ്റിംഗ് ആവുന്ന കേസിൽ മെട്രിക്സിനകത്ത് ഡിഫറെൻറ്റ് റോസ് വരുവാണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു ഐഗൻ വെക്ടറെ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ആവുകയും നമ്മുടെ മെട്രിക്സിനകത്തുള്ള റോസ് ഡിഫറെൻ്റ് ആവുകയും ചെയ്താൽ ദർ ഇസ് ഓൺലി 1 ഐഗൻ വെക്ടർ. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അതാണ് ഒരേ ഒരു ഐഗൻ വെക്ടർ നമുക്കിവിടെ ഉള്ളൂ. അപ്പം ഈ ലാംഡ 3 വാല്യൂ 3 2 2 എന്നുണ്ടെങ്കിലും നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഐഗൻ വെക്ടറെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 3 ഐഗൻ വെക്ടർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ടൈപ്പ് പ്രോബ്ലം. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ ലെങ്ത് കൂടുന്നുള്ളതുകൊണ്ടാണ് ഇതിലോട്ടേക്ക് മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ? ലാംഡ റിപ്പീറ്റിംഗ് ആയെങ്കിലും നമ്മുടെ മെട്രിക്സിനകത്ത് റോ ഡിഫറെൻ്റ് ആയത് കാരണം നമുക്ക് ആ റിപ്പീറ്റിംഗ് ലാംഡയ്ക്ക് ഒരേ ഒരു ഐഗൻ വെക്ടറെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, note if eigen values are if the eigen values is repeated and the equations are and the rows are different after substituting the eigenvalue ആണ് അതൊന്നും എഴുതുന്നില്ല ഞാൻ. if eigenvalues are repeated ആവുകയും ആ eigenvalue സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള റോസ് ഡിഫറെൻ്റ് ആവുകയും ചെയ്താൽ then there is only
one eigenvector. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു ഐഗൻവെക്ടറേ ഉള്ളൂ. ഇത് ഇങ്ങനെ നോട്ടൊന്നും ഇല്ല, ഞാൻ പറഞ്ഞിരുന്ന മെത്തേഡിനകത്ത് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നോട്ടൊന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് വരുന്ന ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതാണ് അടുത്ത പ്രോബ്ലം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടർ ഓഫ് എ ഇസ് ഈക്വൽ ടു -3 -7 -5 2 4 3 1 2 2. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതുക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0. എന്തുവാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്? സോൾവ് ചെയ്യുമ്പോൾ വരുന്നത് ലാംഡ ക്യൂബ്, ഇത് 3/3 മെട്രിക്സ് ആയി തരണം. ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മളൊരു ബോക്സിനകത്തേക്ക് മാറ്റി നിർത്തി. കാരണം ഇതാണ് നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നത്. അവിടെ S1 ഇസ് ഈക്വൽ ടു സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. ഇവിടെ -3ഉം 4ഉം 2 ആണ് മെയിൻ ഡയഗണൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ -3 + 4 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 3 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, S2 എന്ന് പറയുന്നത് സം ഓഫ് ദ മൈനേഴ്സ് ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. -3യുടെ മൈനർ എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളും സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കുമ്പം 4 × 2 8 -3 × 2 6 പ്ലസ് അടുത്ത ഡയഗണൽ എലമെൻറ്റ് എന്താ? 4 ആണ്. അപ്പോൾ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയിട്ട് അതിൻ്റെ മൈനർ എടുക്കുമ്പോൾ -3 × 2 എന്ന് പറഞ്ഞാൽ -6 മൈനസ് ഓഫ് 1 × -5 -5 ആണ്. സോ അത് +5 എന്നാവും. ഇത് അടുത്ത ഡയഗണൽ എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. സോ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ -3 × 4 ഈസ് -12 മൈനസ് ഓഫ് 2 × -7 ഈസ് -14. ഈ മൈനസും കൂടി ചേർത്തിട്ട് അത് +14 ആവുന്നുണ്ട്. 8 - 6 എന്ന് പറയുന്നത് 2 -6 + 5 എന്ന് പറയുന്നത് -1 -12 + 14 എന്ന് പറയുമ്പോൾ +2 വരുന്നുണ്ട്. സോ S2ൻ്റെ ആൻസർ നമുക്ക് 3 തന്നെയാണ് കിട്ടുന്നത്. ഇനി S3 ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ തന്നിരിക്കുന്ന മെട്രിക്സ് -3 -7 -5 2 4 3 1 2 2. ഓക്കെ, ഈ ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുമ്പം -3 ഇൻറ്റു അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും പോയിട്ട് 4 × 2 8 -2 × 3 6. രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും മൈനസ് സൈൻ ഇടണം. അതുകൊണ്ടാണ് അടുത്ത് മൈനസ് സൈൻ ഇട്ടത്. രണ്ടാമത്തെ എലമെൻറ്റ് പക്ഷേ ഇവിടെ -7 ആയത് കാരണം ഈ മൈനസും കൂടി ചേർന്നിട്ട് അത് +7 ആവും. ആ -7 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും കളഞ്ഞിട്ട് ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ 2 × 2 4 -3 × 1 3. ഓക്കെ, ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് -5 ആണ് ആ റോയിൽ. അപ്പോൾ -5 ഇൻറ്റു -5 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളവും കളഞ്ഞിട്ട് ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ 2 × 2 4 -1 × 4 4. അപ്പോൾ 4 - 4 വരുമ്പോൾ അത് 0 ആവുന്നുണ്ട്. ഇവിടെ 4 - 3 1 ആണ്. അപ്പോൾ 7 വരുന്നുണ്ട്. അടുത്ത 8 - 6 എന്ന് പറയുമ്പോൾ ഇവിടെ 2 2 × -3 -3 + 7 എന്ന് -6 + 7 എന്നാണ് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ S3 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെയർഫോർ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയായി? ദെയർഫോർ ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ സ്ക്വയർ പ്ലസ് S2 എന്ന് പറയുന്നത് 3 ആണ്. സോ 3 ലാംഡ മൈനസ് S3 എന്ന് പറഞ്ഞാൽ -1 ഇസ് ഈക്വൽ ടു 0. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ലാംഡ -1 ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 0 ആണെന്ന്. നിങ്ങൾ കാൽക്കുലേറ്റർ സിംപ്ലിഫൈ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ലാംഡ ഈക്വൽ ടു 1,1,1 എന്ന് കിട്ടി. ഐഗൻ വാല്യൂസ് കിട്ടി. ദെയർഫോർ ദ ഐഗൻ വാല്യൂസ് ആർ ലാംഡ ഈക്വൽ ടു 1,1,1. ഓക്കെ, ഇനി നമ്മുടെ ഇതിപ്പം 2 മാർക്ക് കിട്ടുമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ. നിങ്ങൾക്ക് ഈ വാല്യൂ ഫൈൻഡ് ചെയ്യപ്പോൾ ഇപ്പോൾ തെറ്റിപ്പോയി എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇവിടുത്തെ ഈ ഫോമിലേക്കെങ്കിലും ഒരു മാർക്ക് കിട്ടും. ശരിക്കും ഇതിനല്ല മാർക്ക്, ഇവിടെയാണ് നമുക്ക് മാർക്ക്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിരിക്കുന്ന ഈ സ്റ്റെപ്പിനാണ് നമുക്ക് മാർക്ക് വരേണ്ടത്. S1 S2 S3 ഫൈൻഡ് ചെയ്തിട്ടുള്ള ഇക്വേഷനെ മാർക്ക് വരേണ്ടത്. അതെങ്ങാനും ഇവിടെ ഇത് ഏതെങ്കിലും വാല്യൂ തെറ്റിപ്പോയി, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈ ഫോമിലേക്ക് ഒരു മാർക്കെങ്കിലും കിട്ടും. അപ്പോൾ ഒരു മാർക്ക് പോലും കിട്ടാണ്ടിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫോമിൽ എപ്പോഴും എഴുതാൻ പറയുന്നത്. ഇനി നമുക്ക് ഓരോ വാല്യൂ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യണ്ടേ. അപ്പം ടു ഫൈൻഡ് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിനെ എങ്ങനെ എഴുതും? A - ലാംഡ I × x is equal to 0 എന്നുള്ള ഫോമിലാണ് എഴുതുന്നത്. A - ലാംഡ I × x is equal to 0. ഓക്കെ, അപ്പം നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിന് ഡയഗണലി -ലാംഡ കൊടുക്കുമ്പം -3 - ലാംഡ, അടുത്തെന്താണ് -7 -5. സെക്കൻഡ് റോ എന്ന് പറയുമ്പം 2 4 - ലാംഡ 3, അടുത്ത് 1 2 2 - ലാംഡ ഇൻറ്റു x1 x2 x3 ഈസ് ഈക്വൽ ടു 0 0 0. ഓക്കെ, അപ്പോൾ ലാംഡയ്ക്ക് ആദ്യത്തെ വാല്യൂ എടുക്കട്ടെ.
when lambda is equal to 1. ലാംഡയ്ക്ക് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമ്മുടെ ഈ മെട്രിക്സ് എങ്ങനെയാവുകയാണ്? -3 -1 എന്ന് പറഞ്ഞാൽ -4 ആണ്. -4 -7 -5. അടുത്ത് 2 4 -1 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 then 1 2 2 -1 എന്ന് പറയുമ്പോൾ 1 into x1 x2 x3 x1 x2 x3 is equal to 0 0 0 എന്ന് വരുന്നു. നോക്കിക്കേ, ലാംഡ റിപ്പീറ്റിംഗ് ആണ്, ബട്ട് നമുക്കിവിടെ വന്ന എല്ലാ റോയും എന്തുവാണ്? ഡിഫറെൻറ്റുമാണ്. ഓൾ റോസ് ആർ ഡിഫറെൻറ്റ്. ഓൾ റോസ് ആർ സെയിം ആയിരുന്നെങ്കിൽ ഓരോ ലാംഡയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാമായിരുന്നു. പക്ഷേ റോസ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരേ ഒരു ഐഗൻ വെക്ടറെ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഏതെങ്കിലും 2 റോ ചൂസ് ചെയ്യാം. ചൂസ് സെക്കൻഡ് ആൻഡ് തേർഡ് റോ. സെക്കൻഡ് ആൻഡ് തേർഡ് റോ ഞാൻ ചൂസ് ചെയ്യാണ്. അപ്പം x1 x2 x3 എന്ന് എഴുതി. x1ൻ്റെ താഴെ 2 3 3, x1ൻ്റെ താഴെ 2, x2ൻ്റെ താഴെ 3, x3ൻ്റെ താഴെ 3 എഴുതി. ഇതിന് അടുത്ത ലാസ്റ്റ് റോയാണ് 1 2 1 അവിടെ എഴുതി. ഓക്കെ, ഇനി നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എങ്ങനെ വരും? ദിസ് ഈസ് x1 ബൈ ഇങ്ങനെ വേണ്ട. x1ൻ്റെ കോളം മറിച്ച് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഡിറ്റർമിനൻറ്റ് വാല്യൂ 3 3 2 1. ഈ സ്റ്റെപ്പ് എഴുതണമെന്നില്ല, ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതിയേ. -x2 ബൈ x2ൻ്റെ കോളം മറിച്ച് വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ 2 3 1 1 ഇസ് ഈക്വൽ ടു x3 ബൈ ആ കോളം മറിച്ച് വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ 2 3 1 2. ഓക്കെ, ദാറ്റ് ഈസ് x1 ബൈ 3 into 1 3 minus 2 into 3 6 ആണ്. That is equal to -x2 by 2 into 1 2 minus 1 into 3 3 ആണ്. That is equal to x3 by 2 into 2 4 minus 1 into 3 3. Okay, that is x1 by 3 minus 6 എന്ന് പറഞ്ഞാൽ -3 is equal to x2 by 2 minus 3 എന്ന് പറയുമ്പോൾ എന്താ വരേണ്ടത്? -1 ആണ് വരേണ്ടത്. ഇവിടെ മൈനസ് സൈൻ ഉണ്ട്, ഇവിടെ -1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു x3 ബൈ 4 minus 3 എന്ന് പറഞ്ഞാൽ 1 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? ശരിക്കും x1 ബൈ -3 ഇസ് ഈക്വൽ ടു x2 ബൈ 1 ഇസ് ഈക്വൽ ടു x3 ബൈ 1. -3 1 1 എന്ന് വന്നു. Therefore the eigenvector capital X1 is equal to, therefore the eigenvector capital X1 is equal to -3 1 1. There is only one eigenvector corresponding to lambda equal to 1. Lambda equal to 1 നമുക്ക് ആകെ ഈ ഒരു eigenvector ഉള്ളൂ. There is only one eigenvector corresponding to lambda is equal to 1. Lambda equal to 1 ആകുമ്പോൾ ആകെ ഒരേ ഒരു ഐഗൻ വെക്ടറേ ഉള്ളൂ. കാരണം എന്താ? ലാംഡ റിപ്പീറ്റിംഗ് ആണെങ്കിലും നമുക്കിവിടെ ഈ മെട്രിക്സിനകത്ത് ഡിഫറെൻറ്റ് റോസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡിഫറെൻറ്റ് റോസ് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? ഡിഫറെൻറ്റ് റോസ് ആണ് വരണമെങ്കിൽ നമുക്ക് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു ഐഗൻ വെക്ടറെ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സെയിം ആണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഐഗൻ വെക്ടറിൻ്റെ കേസ് പഠിച്ചത്? ഐഗൻ വെക്ടർ ലാംഡയുടെ വാല്യൂ എന്തെങ്കിലും ആയിക്കോട്ടെ, ലാംഡയുടെ വാല്യൂ a, b, c എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ലാംഡ ഇൻ മെട്രിക്സിനകത്ത് ഇൻ a മൈനസ് ലാംഡ ഐയിൽ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന മെട്രിക്സിൽ ഇഫ് ഓൾ റോസ് ആർ ഡിഫറെൻറ്റ്, എല്ലാ റോസും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുക? വി വിൽ യൂസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. Use cross multiplication method and find eigenvector. Eigenvector find ചെയ്യണ method ആണ് ഞാൻ ഈ പറഞ്ഞത്. We will use eigenvector. We will find eigenvector using cross multiplication method. Okay. Substituting lambda in a minus lambda ആയി കൊടുക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സിന്, അതാണ് മെട്രിക്സിൻ്റെ സിമ്പിൾ ഞാൻ ഇവിടെ മുകളിലിട്ടേക്കുന്നത്. If all rows are different, then we will use cross multiplication method to find eigenvector. ഏതെങ്കിലും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള, if all rows are different, using any two different rows, we will use using any two different rows. ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് റോ യൂസ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വഴി ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യും. അപ്പോൾ ഇനി എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു a, b, c ഡിഫറെൻ്റ് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഓൾ റോസ് ആർ സെയിം ആണ്. ഇഫ് ഓൾ റോസ് ആർ സെയിം, നമ്മളിപ്പോൾ ലാംഡ ഈക്വൽ ടു a എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തപ്പോൾ എല്ലാ റോസും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ടിങ് x3 ഈസ് ഈക്വൽ ടു 0 നമ്മൾ എന്തൊക്കെ ഫൈൻഡ് ചെയ്യും? ഫൈൻഡ്
other unknowns. ബാക്കിയുള്ള അൺനോൺസ് ഫൈൻഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഒരു ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യും. അപ്പോൾ ഇതേ കേസിൽ ഇഫ് ഓൾ റോസ് ആർ സെയിം എന്ന് പറയുന്ന കേസിൽ ലാംഡ എന്ന് പറയുന്നത് റിപ്പീറ്റിംഗ് ആയിട്ട് വരികയാണ്. ലാംഡ ഈക്വൽ ടു a, അതായത് ലാംഡ റിപ്പീറ്റിംഗ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലാംഡ ഈസ് റിപ്പീറ്റിംഗ് ആൻഡ് ഇഫ് ഓൾ റോസ് ആർ സെയിം, എല്ലാ റോസും സെയിം ആവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് x3 is equal to 0 and find other unknowns find ചെയ്ത് find eigenvector x1 find eigenvector x1. അതേപോലെ അടുത്ത് എന്ത് ചെയ്യണം? x2ന് 0 കൊടുത്തിട്ട് find eigenvector x2, then x1ന് 0 കൊടുത്തിട്ട് find eigenvector x3. സപ്പോസ് ഇവിടെ ലാംഡ ഈക്വൽ ടു a ഉള്ളുവെങ്കിൽ രണ്ടുപേർക്ക് 0 കൊടുത്ത് രണ്ട് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്താൽ അത് എപ്പോഴാണ് ലാംഡ റിപ്പീറ്റിംഗ് ആവുകയും എല്ലാ റോസും സെയിം ആവുകയും ചെയ്താൽ ഓരോരുത്തർക്കായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ, ഇനി അതേ കേസ് തന്നെ ലാംഡ റിപ്പീറ്റിംഗ് ആവുകയും ഇഫ് ഓൾ റോസ് ആർ ഡിഫറെൻറ്റും ആണെങ്കിലോ, ഇഫ് ഓൾ റോസ് ആർ ഡിഫറെൻറ്റും ആണെങ്കിൽ എല്ലാ റോയും ഡിഫറെൻ്റ് ആയിരിക്കുകയും ലാംഡ റിപ്പീറ്റ് ആവുകയും ചെയ്താൽ there is only one vector, there is only one eigenvector. ഒരേ ഒരു ഐഗൻ വെക്ടർ ഉള്ളൂ. there is only one eigenvector corresponding to lambda equal to a. അതെങ്ങനെ കിട്ടും? യൂസിങ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വഴി നമുക്ക് ആകെ ഒരേ ഒരു ഐഗൻ വെക്ടറെ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്തു അതെല്ലാം ഞാനിവിടെ പറഞ്ഞു. ലാംഡ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ മെട്രിക്സിനകത്ത് ഡിഫറെൻറ്റ് റോസ് ആവുകയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ റോസ് എല്ലാം സെയിം ആവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന് 0 കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാം. ഫൈൻഡ് ഐഗൻ വെക്ടർ. ഓക്കെ, ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാം. അതേ കേസിൽ ഈ ലാംഡ റിപ്പീറ്റിംഗ് ആവുകയും ചെയ്ത് റോസ് സെയിം ആവുകയും വരികയാണെങ്കിൽ ഓരോരുത്തർക്കായിട്ട് ഓരോ വേരിയബിളിനായിട്ട് 0 കൊടുത്ത് ബാക്കി ഐഗൻ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാം. ഇതേ കേസിൽ ലാംഡ റിപ്പീറ്റ് ആവുകയും ഓൾ റോസ് ആർ ഡിഫറെൻ്റ് ആവുകയും ചെയ്ത് എല്ലാ റോ ഡിഫറെൻ്റ് ആണ്, എന്നാൽ ലാംഡ റിപ്പീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഒരേ ഒരു ഐഗൻ വെക്ടർ, ഈ ലാംഡ ഈക്വൽ ടു a, എന്ന് പറയുന്ന എല്ലാത്തിനും കൂടെ നമുക്ക് ഒരേ ഒരു ഐഗൻ വെക്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ ഇന്ന് ചെയ്ത ഈ വീഡിയോയിലുള്ള രണ്ട് പ്രോബ്ലം എന്ന് പറയുന്നതും അങ്ങനത്തെ പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ എല്ലാ കേസും എന്താ പറഞ്ഞു തന്നു, തീർന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി സിമെട്രിക് മെട്രിക്സിനകത്ത് ലാംഡയുടെ ഐഗൻ വാല്യൂൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പക്ഷേ അത് ഞാനിപ്പം ഒരു വീഡിയോ കൂടെ ഇനി എക്സ്ട്രാ അതിനകത്ത് പെടുത്തുന്നില്ല. നമുക്ക് ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷൻ പഠിക്കുമ്പോൾ സിമെട്രിക് മെട്രിക്സുകളാണ് ചെയ്യേണ്ടത്. ആ കേസിൽ ഞാൻ അവിടെ ഈ ഐഗൻ വാല്യൂ കൂടെ പറഞ്ഞുതരാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഫോർമുലാസ് എല്ലാം കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്ന സമയത്ത് ഞാൻ ആ സിമെട്രിക്കിൻ്റെ കേസും കൂടി ഇവിടെ എഴുതി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും, എന്തൊക്കെ ടൈപ്പ് ഐഗൻ വാല്യൂ വരും എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇനി ഐഗൻ വാല്യൂ കൺഫ്യൂഷൻ വരില്ല എന്ന് തോന്നുന്നു. ഇതുപോലൊരു ടേബിൾ വരച്ചിട്ട് എന്തൊക്കെ രീതിയിൽ വന്നാൽ മെട്രിക്സിനകത്ത് എങ്ങനെയൊക്കെ റോസ് വന്നാൽ എങ്ങനെയൊക്കെയാണ് ഐഗൻ വാല്യൂ ഉണ്ടാവുക എന്നുള്ളത് ഇതൊരു കോളം വരച്ച് നിങ്ങളുടെ നോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടായിരുന്നാൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ഡൗട്ട് തോന്നിയാലും നമുക്കിതൊന്ന് മറിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഐഗൻ വെക്ടർ വാല്യൂസിൻ്റെ ഐഗൻ വെക്ടറിന് നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് വീഡിയോ ആയിട്ട്, കാരണം അതിനകത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ പോർഷനും കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നുള്ളൂ. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ തന്നെ ഐഗൻ വെക്ടർ പഠിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് ഇനി നമുക്ക് പഠിക്കാൻ ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണല്ലോ. അപ്പോൾ ഡയഗണലൈസേഷൻ 2 തരത്തിലുണ്ട്. ഇതൊക്കെ എന്തൊക്കെ ടൈപ്പാണെന്നും ഡയഗണലൈസേഷൻ്റെ പ്രോബ്ലംസും ഒക്കെയാണ് നമ്മളിനി അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.